Hello students, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്പാമ്പിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രത്തിൽ വരുന്ന ഒരു പാർട്ടാണ് എന്ത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. രണ്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിൻ്റെ കളക്ടറിൽ വരുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് എടുക്കുന്നുണ്ട്. അവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ള പേര്. അന്നേരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും ഡിഫറൻസ് ആംപ്ലിഫയറും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. ചിലതിൽ ഈ ഡിഫറൻസ് ആംപ്ലിഫയറിന് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് അവർ പറയുന്നുണ്ട്. ശരിക്കും ഈ ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു സബ്ട്രാക്ടറാണ്. സബ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ സമ്മിങ് ആംപ്ലിഫയർ ആഡർ ആണെങ്കിൽ ഡിഫറൻസ് ആംപ്ലിഫയർ എന്താണ്, ഒരു സബ്ട്രാക്ടർ സർക്യൂട്ടാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വോൾട്ടേജുകളെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. നേരം നമുക്ക് രണ്ട് വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന നേരം അത് രണ്ട് സൈൻ വേവ് ആവാം. ഒരു സൈൻ വേവിൽ നിന്ന് ഡി സി മൈനസ് ചെയ്യാം, ദെൻ രണ്ട് ഡി സി മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഈ സബ്ട്രാക്ടറുകൾ യൂസ് ചെയ്യാം. സോ ഡിഫറൻസ് ആംപ്ലിഫയർ ഈസ് ഓൾസോ നോൺ ആസ് സബ്ട്രാക്ടർ. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ ഡെറിവേഷൻ ഓഫ് ദി to derive the voltage gain of the difference amplifier. ഡിഫറൻസ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്താണെന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാനുണ്ട്. ഓക്കെ, നേരം നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഡിഫറൻസ് ആംപ്ലിഫയർ സർക്യൂട്ടാണിത്. ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഓപ്പാമ്പിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. നേരം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലും നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് സർക്യൂട്ട് നോക്കുന്നേരം തന്നെ നമുക്കറിയാം, ഇത് സമ്മിങ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ വോൾട്ടേജ് എല്ലാം ഒന്നുകിൽ നോൺ ഇൻവേർട്ടിംഗ് ഇതിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ഇതിൽ മാത്രം. നമ്മൾ പഠിച്ച സർക്യൂട്ട് നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ സമ്മിങ് അപ്ലൈ ചെയ്യുന്ന സമ്മിങ് ആംപ്ലിഫയറിനെ പറ്റിയിട്ടാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ എങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ ഡിഫറൻസ് ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ രണ്ട് ഇൻപുട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻപുട്ടിലും നെഗറ്റീവ് ഇൻപുട്ടിലും നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അന്നേരം ഇൻപുട്ട് നെഗറ്റീവിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗെയിൻ്റെ ഇക്വേഷൻ വരുന്നത് വി ഔട്ട് ഈക്വൽ ടു മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഇൻ ഇൻറ്റു വിനാണ് അല്ലേ. അതാണ് നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ എന്താണ് വി ഔട്ടിൻ്റെ ഇക്വേഷൻ. വി ഔട്ടിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി നീറ്റായിട്ട് ഇവിടെ എഴുതാം. വി ഔട്ട് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വി ഔട്ട് ഈക്വൽ ടു മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഇൻ ഇൻറ്റു വിനാണ് അല്ലേ. ഇനി ഇപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആണെങ്കിൽ അതിൽ എന്ത് വരുന്നില്ല, മൈനസ് ഇല്ല. പക്ഷേ അവിടെ വരുന്ന ഇക്വേഷൻ 1 + ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഇൻ ഇൻറ്റു വിനാണ് അല്ലേ. ഗെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് വി ഔട്ട് ഈക്വൽ ടു 1 + ആർ എഫ് ഇൻറ്റു ഡിവൈഡ് ബൈ ആർ ഇൻറ്റു വിനാണ്. ഏതെങ്കിലും ഒരു കേസിൽ ഈ 1 + ആർ എഫ് ഇൻറ്റു ഡിവൈഡ് ബൈ ആറിന് മൈനസ് ആർ എഫ് ഡിവൈഡ് ബൈ ആറിന് സെയിം ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്ന് മൈനസ് ആർ എഫ് ഡിവൈഡ് ബൈ ആറിനാവും, മറ്റേത് ആർ എഫ് ഡിവൈഡ് ബൈ ആറിനാവും. നേരം ഇത് V1 V2 മൈനസ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് സർക്യൂട്ട് എടുക്കാൻ പറ്റും. നേരം സബ്ട്രാക്ട് ചെയ്യാം. കാരണം V2 - V1 ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഔട്ട് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക, V2 - V1 ആയിട്ടാണ് വരിക അല്ലേ. V2 അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ മൈനസ് V1 അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ. എപ്പോഴാണ് അങ്ങനെ വരിക, ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കണം, 1 ആയിരിക്കണം. വോൾട്ടേജ് ഗെയിൻ 1 ആവുന്ന സമയത്താണ് ഔട്ട്പുട്ട് ഈക്വൽ ടു V2 - V1 വരുള്ളൂ. അല്ലാത്ത സമയത്ത് അതിന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഗെയിനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് സ്കെയിലിംഗ് കൊടുക്കാം. സ്കെയിലിംഗ് എന്ന് പറയാം അതിന്. നമ്മളിപ്പോൾ വോൾട്ടേജ് 1 ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് അത് സബ്ട്രാക്ടറായിട്ട് വരും. ഇനിയിപ്പോൾ അതല്ല, അത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ഗെയിൻ വരുന്ന വിധത്തിൽ, ഇപ്പോൾ 5 ആംപ്ലിഫിക്കേഷനും കൂടി 5 ഗെയിനും കൂടി വരുന്ന വിധത്തിലാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
ആ സർക്യൂട്ടിനെ സ്കെയിലിംഗ് ആംപ്ലിഫയർ എന്നും പറയാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് R1, RF, R2, R3 എല്ലാം ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ഏത് ഗെയിൻ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഒരു ഗെയിൻ 1 ആക്കിയിട്ടും വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻസ് ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് ആംപ്ലിഫയർ സർക്യൂട്ടിൽ നമുക്ക് RF ഡിവൈഡ് ബൈ R1 അല്ലേ. V1 എന്ന് പറയുന്നത് നമുക്ക് ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ R1 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF ഉണ്ട്. അതേസമയം നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് സെക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. R2 ആൻഡ് R3. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇവിടെ എത്തുന്ന സമയത്ത് പ്ലസ് ഇൻവേർട്ടിംഗ് ടെർമിനൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എത്തുന്ന സമയത്ത് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വോൾട്ടേജ് ഡിവിഷൻ നടന്നിട്ടാണ് അവിടെ എത്തുന്നത്. ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. V2 കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടില്ല, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കിട്ടില്ല. അതേസമയം നമ്മൾ 2 റെസിസ്റ്ററിനെ വെച്ചിട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ടാണ് പ്ലസ്സിൽ കൊടുക്കുന്നത്. അതെന്തിനാണെന്നും കൂടി നമുക്ക് നോക്കാം. അത് കിട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗെയിന് നമുക്കറിയാം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 + RF ഡിവൈഡഡ് ബൈ Rനാണ്. അന്നേരം അതിൻ്റെ ഗെയിനും -RF ഡിവൈഡ് ബൈ Rനും ഒന്ന് തന്നെയല്ല, അല്ലല്ലോ അല്ലേ, വ്യത്യാസമുണ്ട്. അന്നേരം നമുക്കത് രണ്ടും ഒരുപോലെ ആക്കി കൊണ്ടുവരാണെങ്കിൽ മാത്രമേ ഗെയിനിൻ്റെ ഇക്വേഷൻ ഇതിപ്പം 1 + RF ഡിവൈഡ് ബൈ Rin എന്നുള്ളത് നമുക്ക് എന്തായി വരണം, RF ഡിവൈഡ് ബൈ Rനായി വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു സബ്ട്രാക്ടർ സർക്യൂട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അന്നേരം അതിൻ്റെ ഡിസൈൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു മാറ്റം വരുത്തിയാൽ മതി. നമ്മൾ അഡീഷണൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗെയിനും കൂടി എന്താക്കി മാറ്റാൻ പറ്റും, RF ഡിവൈഡ് ബൈ Rin എന്നുള്ള, അല്ലെങ്കിൽ R1 എന്ന് പറയുന്നത് ഇവിടെ R1 ആണ്, അതാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതിൽ നമുക്ക് വോൾട്ടേജ് ഡെറിവേഷൻ എങ്ങനെയാണ്, വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരെ ഡിഫറൻസ് ആംപ്ലിഫയറിൽ ഒന്നും കൂടി പറയാം, 2 സെഷൻ ഉണ്ട്. 2 നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും ഇൻവേർട്ടിംഗ് ടെർമിനലിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് ഗെയിൻ കിട്ടുക -ആണ്, ഇൻവേർട്ട് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിൽ വരിക. അതേസമയം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരിക, ഇൻവേർട്ട് ചെയ്യാണ്ട് സെയിം ഫേസിൽ, അതേപോലെ തന്നെയാണ് ഇൻവേർട്ട് ചെയ്യാണ്ട് സെയിം ഫേസിലാണ് ഔട്ട്പുട്ടിൽ വരിക. അന്നേരം ഈ 2 വോൾട്ടേജും അഡീഷനാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജും നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജും കൂടി ആഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. പക്ഷേ നെഗറ്റീവ് ടെർമിനലിൽ കിട്ടുന്നത് നേരെ ഇൻവേർട്ട് ചെയ്തായതുകൊണ്ട് എന്താണ് വരിക, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അത് ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും വരിക. സോ ഇറ്റ് ആക്ട് ആസ് എ സബ്ട്രാക്ടർ സർക്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഗെയിൻ എങ്ങനെയാണ് രണ്ടിനും -RF ഡിവൈഡ് ബൈ R1 വരുന്നതെന്ന് നോക്കാം. നേരെ ഒന്നും കൂടി പറയാം. ദ ഡിഫറൻസ് ആംപ്ലിഫയർ ഈസ് ഓൾസോ കോൾഡ് സബ്ട്രാക്ടർ. Uses both inverting and non-inverting inputs to produce an output signal, which is the difference between the two input voltages V1 and V2. നേരെ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൊടുക്കുന്ന 2 വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ടർ ആയിരിക്കും. allowing one signal to be subtracted from another. Hence it can be used as a subtractor circuit ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇപ്പം കൂടുതൽ വോൾട്ടേജ്, ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുകിൽ കൂടുതൽ വോൾട്ടേജ്, ഇപ്പം V1 + V2 - V3 - V4 എന്നെല്ലാം ആണെങ്കിൽ 2 സമ്മിങ് ആംപ്ലിഫയറിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ 2 വോൾട്ടേജ് എവിടെ കൊടുക്കാം, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ, 2 വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ സർക്യൂട്ട് നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട്, നേരത്തെ തന്നിരിക്കുന്ന സർക്യൂട്ട് ഏതാണെന്ന് ഓർമ്മയില്ലേ,
ഇതിൽ നോക്കിയേ, ഇതിലുള്ള റെസിസ്റ്റേഴ്സ് R1, RF, R2, R3 എന്നാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് R2 = R1 ആക്കി മാറ്റാൻ പോവാണ്. ദെൻ നെക്സ്റ്റ് R3 = RF. ഓക്കെ, ദെൻ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സർക്യൂട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതിൽ ഇത് RF ആണ്, ദെൻ ഇത് R1 ആണ്. എഗെയിൻ ഈ R2 മാറ്റിയിട്ട് നമ്മൾ R1 ആക്കി മാറ്റി, ദെൻ R3 മാറ്റിയിട്ട് RF ആക്കി മാറ്റി. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ടു ഫൈൻഡ് ഔട്ട് ദ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ, വി ഔട്ട് എന്ത് വരും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റും സൂപ്പർ പൊസിഷൻ തിയറവും അപ്ലൈ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ പാർട്ടായിട്ട് പഠിച്ചതാണ് സൂപ്പർ പൊസിഷൻ തിയറം. ഒന്നിൽ കൂടുതൽ വോൾട്ടേജ്, ഇവിടെ V1 ഉം V2 ഉണ്ട് അല്ലേ. അന്നേരം ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറാണ് യൂസ് ചെയ്തത്. എന്നിട്ട് സൂപ്പർ പൊസിഷൻ തിയറത്തിൽ പറയുന്നത്, ഇപ്പം നമ്മൾ V1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ V2 എന്ന് പറയുന്ന വോൾട്ടേജ് എന്ത് ചെയ്യണം, നമ്മളത് V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കളയണം. അതേപോലെ തന്നെ V2 കൺസിഡർ ചെയ്യുന്ന നേരം V1 എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അന്നേരം ഈ ഡിഫറൻസ് ആംപ്ലിഫയറിൽ നമ്മൾ 2 വോൾട്ടേജാണ് കൊടുക്കുന്നത്, V1 ആൻഡ് V2. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, V1 കൺസിഡർ ചെയ്യുക, V2 ഗ്രൗണ്ട് ചെയ്യുക. സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, V1 ഗ്രൗണ്ട് ചെയ്യുക, V2 കൺസിഡർ ചെയ്യുക. ഓക്കെ, അന്നേരം V1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ V2 എന്താണ്, ഗ്രൗണ്ടാണ്. അന്നേരം V1 വെച്ചിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത് നോക്കാം. അതുകൊണ്ട് V1 ആക്റ്റീവായി, V2 ഗ്രൗണ്ട് ചെയ്തു. ദെൻ സർക്യൂട്ട് ആക്ട് ആസ് ആൻഡ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ, ഇവിടെ ഗ്രൗണ്ട് അല്ലേ. അന്നേരം ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും, ഈ പോയിന്റിൽ ഗ്രൗണ്ട് തന്നെയായിരിക്കും, 0 വോൾട്ടേജ് ആയിരിക്കും അല്ലേ. അന്നേരം അവിടെ 0 വോൾട്ടേജ് വരുവാണെങ്കിൽ ഈ സർക്യൂട്ട് മൊത്തം മാറിയിട്ട് ഇവിടെ ഗ്രൗണ്ട് വരുന്ന വിധത്തിലായി. അവിടെ ഗ്രൗണ്ട് വരുവാണെങ്കിൽ ഈ സർക്യൂട്ട് എന്താണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അല്ലേ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് അത് വർക്ക് ചെയ്യും. അന്നേരം V1 മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് V2 എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. V2 ഗ്രൗണ്ട് ആണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ ഓട്ടോമാറ്റിക്കലി ഗ്രൗണ്ട് വരുന്ന വിധത്തിലായിരിക്കും. സോ V1 എന്ന് പറയുന്നത് ഒരു V1 വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടത് വർക്ക് ചെയ്യും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് VO1 എന്ന് പറയുന്നത് -V1 × RF/R1 ആണ്. -V1 × RF/R1 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ V2 ആക്റ്റീവ് ആക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ V2 ആക്റ്റീവ് ആകുന്ന നേരം V1 എന്തായിരിക്കണം, V1 ഗ്രൗണ്ട് ആയിരിക്കണം അല്ലേ. V1 ഗ്രൗണ്ട് ആവുന്നു. നേരം V1 ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇവിടെ വരുന്ന വോൾട്ടേജ്, ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാം. ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്ന നേരം നിങ്ങൾ നോക്കിയേ, ഇവിടെ V2 ഈ 2 റെസിസ്റ്റർ വോൾട്ടേജ് ഡിവൈഡിങ് ആണ് ചെയ്യുക. എന്നിട്ട് ഈ 2 റെസിസ്റ്റർ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ വരുന്ന വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V2 × RF /R1 + RF, ഇതാണ് വരിക. V2 × RF /R1 + RF, അതായിരിക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ വരുന്ന വോൾട്ടേജ്, ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V = V2 × RF /R1 + RF ആയിരിക്കും. ഓക്കെ, അന്നേരം രണ്ടാമത്തെ കേസാണിത്. രണ്ടാമത്തെ കേസിൽ V2 ആക്റ്റീവായി, V1 ഗ്രൗണ്ടായി. V1 ഗ്രൗണ്ട് ആവുന്ന സമയത്ത് ഇവിടെ ഗ്രൗണ്ട് വരും. ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ പാർട്ടാണ്. പിന്നെ വ്യത്യാസമുള്ളത് ഇവിടെയാണ്.
ഇവിടെ വരുന്ന വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വോൾട്ടേജിനെ നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഓർമ്മയുണ്ട് അല്ലേ. സർക്യൂട്ട് എങ്ങനെയായിരുന്നു? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്തത്, സിഗ്നൽ കൊടുത്തത് അല്ലേ. ദെൻ ഇവിടെ എന്തുണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഈ റെസിസ്റ്ററിൽ ഇത് ഗ്രൗണ്ട് ചെയ്യാം. ഇത് R1, ഇത് R2, ഇത് മൈനസ്, ഇത് പോസിറ്റീവ്. നേരെ ഇവിടെ പോസിറ്റീവ് Vin എന്ന് പറഞ്ഞ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നമ്മൾ Vin എന്നുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് R1 ആൻഡ് R2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ദെൻ R2 എന്ന് വേണ്ട, RF എന്ന്, ഇത് R1. RF ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VO = 1 + RF / Rin × Vin എന്നാണ് അല്ലേ. നേരെ ഈ സർക്യൂട്ടിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മതി. ആ വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് മാറ്റിയാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ഒരു വോൾട്ടേജ് സോഴ്സ്, ഗ്രൗണ്ട്. ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് വിൽ ആക്ട് ആസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടത് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെയുള്ള വോൾട്ടേജ് VO2 V2 എന്ന് പറയുന്നത്, ഇവിടെയുള്ള വോൾട്ടേജ് V2 ആണെങ്കിൽ V2 × RF / R1 + RF ആണ് ഇവിടെയുള്ള വോൾട്ടേജ്. ആ വോൾട്ടേജ് × 1 + RF / R1 ആയിരിക്കും ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ഔട്ട്പുട്ട്, ബിക്കോസ് ഇറ്റ് ആക്ട് ആസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് 1 + RF / R1 ആണ് അതിൻ്റെ ഗെയിൻ. അത് ഇൻറ്റു ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്, V2 × RF / R1 + RF. അന്നേരം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഈക്വേഷൻ നോക്കുന്നേരം അത് R1 1 + RF / Rin = എന്താ വരിക, ഈ R എന്ന് പറയുന്നതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാം R1 + RF / R1 ആണ്. R1 + RF / R1 അതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. എന്നിട്ട് ആ ഇക്വേഷനും ഇതും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇവിടെ കണ്ടോ, V2 × RF / R1 + RF, 1 + RF / R1. ഈ 1 + RF / R1 നമുക്ക് എന്തായിട്ട് എഴുതാം, R1 + RF / R1. അന്നേരം ഇതിൽ ഈ പാർട്ടും ക്യാൻസലായിട്ട് ബാക്കി കിട്ടുന്നത് എന്തായിരിക്കും, V2 × RF / R1 ആയിരിക്കും. V2 × RF / R1 അതാണ് എന്ത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് VO2 എന്ന് പറയുന്നത് VO2 = V2 × RF / R1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഈ രണ്ട് വോൾട്ടേജും കൂടി ആഡ് ചെയ്യാം. രണ്ട് വോൾട്ടേജും കൂടി ആഡ് ചെയ്യുന്ന നേരം VO = VO1 + VO2 ആണ്. VO = VO1 + VO2 ആണ്. ഓർ VO = എന്താണ് വരിക, നേരത്തെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് അല്ലേ, -V1 × RF / R1 + V2 × RF / R1 എന്ന് പറഞ്ഞാൽ RF / R1 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് V2 - V1 എന്നുള്ള ഇക്വേഷൻ വരും. V2 - V1 അതാണ് ഡിഫറൻസ് ആംപ്ലിഫയറിൻ്റെ ഗെയിനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ലാസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് Vout = RF / R1 × V2 - V1 ആണ്. ഓക്കെ, ഇനി വേറൊരു സർക്യൂട്ട് നോക്കി നിങ്ങൾ. ഈ സർക്യൂട്ടിൽ ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും എന്താണ് 6 ആണ്. അന്നേരം നമ്മളെ സർക്യൂട്ട് ഇപ്പോൾ കിട്ടിയ സർക്യൂട്ട് വെച്ചിട്ട് ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ RF എന്ന് പറയുന്നത് ഇതിൽ RF = എന്തായി, 6 ആയി. R1 = 6 ആയി. ദെൻ R1 = 6, അഗെയിൻ ഇത് = 6.
അന്നേരം ഇക്വേഷൻ എന്താ വരിക? വി ഔട്ട് ഈക്വൽ ടു ആർ എഫ് ഡിവൈഡ് ബൈ ആർ വൺ എന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽ വാല്യൂ ആയിരിക്കാൻ. നേരെ ആർ എഫ് ഡിവൈഡ് ബൈ ആർ വൺ എന്ന് പറയുന്നത് 1 ആയിപ്പോൾ. സോ വി ഔട്ട് ഈക്വൽ ടു V2 മൈനസ് V1 വരും. വി ഔട്ട് ഈക്വൽ ടു V2 മൈനസ് V1. നേരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാ റെസിസ്റ്റേഴ്സും ഈക്വൽ വാല്യൂ ഒക്കെ. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു, അപ്പോൾ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഔട്ട് ഈക്വൽ ടു V2. ഇപ്പോൾ വി ബി ആണ് V2 മൈനസ് V1. വി ഔട്ട് ഈക്വൽ ടു V2 മൈനസ് V1 ആയിരിക്കും. ഓക്കെ, അതാണ് ഡിഫറൻസ് ആംപ്ലിഫയർ. ഇനി ഈ ഡിഫറൻസ് ആംപ്ലിഫയറിൽ വി എയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 വോൾട്ട് AC കൊടുക്കുന്നു. 2 വോൾട്ട് പീക്ക് ടു പീക്ക് 4 വോൾട്ടുള്ള 2 വോൾട്ട് പ്ലസ് 2 വോൾട്ട് ആൻഡ് മൈനസ് 2 വോൾട്ട് AC കൊടുക്കുന്നു. ദെൻ വി ബി എന്ന് പറയുന്നത് പ്ലസ് 3 വോൾട്ട് ആൻഡ് മൈനസ് 3 വോൾട്ട്, പ്ലസ് 3 വോൾട്ട് ആൻഡ് മൈനസ് 3 വോൾട്ട് AC. നേരെ വി ബി മൈനസ് വി എ ഓർ V2 മൈനസ് വി എ എന്ന് പറയുന്നത് എന്താ വരിക? ഓരോ പ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് V3 എന്ന് പറയുന്നത് പ്ലസ് 3 വോൾട്ട് ഉണ്ട്, V2 എന്ന് പറയുന്നത് പ്ലസ് 2 വോൾട്ടേ ഉള്ളൂ. നേരെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഔട്ട് ഈക്വൽ ടു V2 മൈനസ് V1 ആണ്. നേരെ പ്ലസ് 3 വോൾട്ടിൽ നിന്ന് 2 വോൾട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പ്ലസ് 1 വോൾട്ട്, പ്ലസ് 1 വോൾട്ട്. ദെൻ അടുത്ത താഴെയും അതുപോലെ തന്നെ മൈനസ് 2 വോൾട്ട് ആൻഡ് മൈനസ് 3 വോൾട്ട്. മൈനസ് 2 വോൾട്ടിൽ നിന്ന് മൈനസ് 3 വോൾട്ട് ചെയ്യുന്നേരം നമുക്ക് കിട്ടുന്നത് മൈനസ് 1 വോൾട്ട്. മൈനസ് 1 വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ നെഗറ്റീവ് ഭാഗത്തിലുള്ള മാക്സിമം വാല്യൂ. സോ 2 വോൾട്ടേജിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് ആംപ്ലിഫയർ യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.